ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹ വന്ദനത്തെ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. 2 കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഇവിടെ നാം കർത്താവിനോടുകൂടെ അതേ പ്രതിമയായി ആ തേജസ് പ്രാപിച്ച് രൂപാന്തരപ്പെടുന്ന അനുഭവത്തെ കുറിച്ചാണല്ലോ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. അദൃശ്യ ലോകത്തിലെ മഹത്വ ജീവികളായ മാലാഖമാർക്ക് പോലും ലഭിക്കാത്ത ആ ഒരു വലിയ പദവിയാണ് പുതിയ നിയമ ശുശ്രൂഷകന്മാർക്കും വിശ്വാസികൾക്കും കൃപയാൽ ലഭിച്ചിരിക്കുന്നത് എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. പദവികളും സ്ഥാനമാനങ്ങളും ചിലപ്പോൾ കുശാഗ്ര ബുദ്ധി കൊണ്ട് ചിലരൊക്കെ കരസ്ഥമാക്കി എന്ന് വരാം. എന്നാൽ ശുശ്രൂഷ എന്നത് അത് കർത്താവ് കൃപയാൽ നൽകുന്നതാണ്. അത് കർത്താവ് കരുണ തോന്നി തന്റെ മക്കൾക്ക് നൽകുന്ന ഒന്നാണ്. പ്രാണനെ പോലും വിലയേറിയതായി എണ്ണാതെ കർത്താവ് തന്ന ശുശ്രൂഷ തികയ്ക്കണം എന്ന ഒരൊറ്റ ആഗ്രഹമായിരുന്നു പൗലോസിന്റെ മുൻപിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് പൗലോസിന്റെ ചരിത്രം മുഴുവൻ പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. പുതിയ നിയമസഭ ഉത്തഴിഞ്ഞ ഒരു പുസ്തകമല്ല. അതിന് വ്യവസ്ഥാപിതമായ ഒരു ഭരണ സംവിധാനമുണ്ട്. അതിരും വരമ്പും അടുക്കും ചിട്ടയും അച്ചടക്ക നടപടിയും സഭയുടെ കാന്തൻ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. ഉത്തമഗീതം 4:12 പറയും പ്രകാരം അത് കെട്ടിയടച്ചതായ ഒരു തോട്ടമാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ സഭ മുള്ളും പറക്കാരെയും കളയും തൂവയും ഒക്കെ നിറഞ്ഞ ഈ ലോകമാകുന്ന വയലിൽ വളരുന്ന ഒന്നല്ല എന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ സഭ അത് പ്രത്യേകമായി കെട്ടിയടച്ച ഒരു തോട്ടം പോലെയാണ്. എന്നാൽ ദൈവം നട്ട തൈകൾ മാത്രമേ സഭയാകുന്ന തോട്ടത്തിൽ വളരുകയുള്ളൂ എന്നും നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. സഭാജനങ്ങൾക്ക് ദൈവത്തോടുള്ള ബന്ധം മാത്രമല്ല, പരസ്പരമായ ഒരു ഐക്യതയും ബന്ധവും കൂടി ആ ദൈവ സ്നേഹത്തിന്റെ പിന്നിലുണ്ട് എന്നതും നാം മറന്നു കളയുവാനായിട്ട് പാടില്ല. ബാഹ്യ ആർഭാടങ്ങളോ സ്ഥാനമാനങ്ങളോ അല്ല, പരിശുദ്ധാത്മാവ് ആ നൽവര നൽകുന്ന ആ നൽവര പ്രസാദമാണ് ക്രിസ്തീയ ശുശ്രൂഷയുടെ ശക്തി കേന്ദ്രം എന്നും നാം എല്ലാവരും ഓർത്തിരിക്കേണ്ടതും അത്യാവശ്യമാണ്. പരിശുദ്ധാത്മാവിന്റെ ആ സാക്ഷ്യവും ശുശ്രൂഷകന്മാരുടെ സാക്ഷ്യവും ഒത്തുചേരുമ്പോഴാണ് ശുശ്രൂഷ വിജയകരമായി തീരുന്നത് എന്ന് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 15:26-27 വാക്യങ്ങൾ ചേർത്ത് പഠിക്കുമ്പോൾ അതും നമുക്ക് വ്യക്തമാക്കി തരികയാണ്. ഒരിക്കൽ ആത്മസ്നാനം പ്രാപിച്ചതുകൊണ്ട് മാത്രം നാം തൃപ്തിപ്പെടരുത്. ദിവസവും നാം കാത്തിരുന്ന് ശക്തി പുതുക്കേണ്ടത് ആവശ്യമാണ്. നാം ഒരു നേരം ആഹാരം കഴിച്ചതുകൊണ്ട് മാത്രമോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു നേരം ആഹാരം കഴിച്ചതുകൊണ്ട് മാത്രമോ അല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. അതേപോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മൾ ദിവസവും പുതുക്കിയെടുക്കേണ്ടത് ആവശ്യമാണ്. 40 രാവും പകലും ദൈവിക സംസർഗത്തിൽ കഴിഞ്ഞ മോശയുടെ ത്വക്ക് ആണ് പ്രകാശിച്ചതായി കാണുവാനായിട്ടിടയായത്. ആ മോശയുടെ മുഖത്താണ് മറ്റുള്ളവർക്ക് നോക്കുവാൻ ഭയമുള്ളതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അത് പുറപ്പാട് പുസ്തകം 34:29 നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതേപോലെ സ്തേഫാനോസിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ കൂർത്തുമൂർത്ത കല്ലുകൾ കൊണ്ട് തന്നെ എറിഞ്ഞ് അല്ലെങ്കിൽ കൊല്ലുവാനായിട്ട് ശ്രമിക്കുമ്പോഴും തന്റെ മുഖം ഒരു ദൈവദൂതനെ പോലെ പ്രകാശിച്ചു. അങ്ങനെയാണ് തന്റെ പ്രാണനെ താൻ
ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നതായിട്ട് അവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതെ, ദൈവസഭയുടെ ആരംഭത്തെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചും ഒക്കെ എഴുതിയിരിക്കുന്ന അപ്പസ്തോല പ്രവർത്തികളുടെ പുസ്തകം വിശുദ്ധ തിരുവചനത്തിലെ ഒരു പവർ ഹൗസ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. പ്രസ്തുത ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ശുശ്രൂഷയുടെ വിജയത്തിന്റെ മുഖ്യ കാരണം ശുശ്രൂഷകന്മാരിൽ വ്യാപരിച്ച ആ പരിശുദ്ധാത്മാ ശക്തിയായിരുന്നു, പരിശുദ്ധാത്മാ അഭിഷേകമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവരിൽ പലരും അക്ഷരാഭ്യാസം പോലും ഇല്ലാത്തവരായിരുന്നു. മുക്കുവൻ പത്രോസിനെ പോലെയുള്ളവരുടെ മേലൊക്കെ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരായി തീരുവാനായിട്ട് ഇടയായി തീർന്ന ചരിത്രങ്ങൾ ആ അപ്പസ്തോല പ്രവൃത്തിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതേ പ്രിയമുള്ളവരെ, നാം വെറുതെ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞ് ചിലപ്പോൾ സഭയിലൊക്കെ പോയി വെറുതെ ഇരുന്ന് ആരാധന കൂടിപ്പോകുന്ന അനുഭവങ്ങൾ, പണ്ട് സമുദായത്തിലൊക്കെ ആയിരുന്നപ്പോൾ കുർബാന കണ്ട് പോകുന്ന അനുഭവങ്ങൾ പോലെ ഇന്ന് പലപ്പോഴും സഭയിൽ ചെന്നിരുന്ന് ആ ഒരു സ്തോത്രം പറയാകട്ടെ, ആത്മാവിൽ ആരാധിക്കുകയാകട്ടെ, ഒന്നും ചെയ്യാതെ വെറും നോക്കുത്തികളെ പോലെ ചെന്നൊന്നും പ്രാപിക്കാതെ പോകുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഈ നാളുകളിൽ ദൈവത്തിന്റെ ജനം ഉണരേണ്ടത് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി അതേപോലെ ആ ശക്തിയിൽ ആരാധിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ജനത്തിന് യഥാർത്ഥമാകുന്ന അനുഗ്രഹവും ശക്തിയും പ്രാപിച്ചെടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ നമ്മൾ വായിച്ചതുപോലെ ആ മൂടുപടം മാറിയ മുഖത്ത് ദൈവ തേജസ് പ്രതിബിംബിക്കുന്നത് പോലെ ദൈവശക്തി നമ്മളിൽ പ്രതിബിംബിക്കേണ്ടതിനായി, ആ ശക്തി നമ്മളിലേക്ക് കടന്നു വരേണ്ടതിനായി നമുക്ക് ദൈവാക്കരങ്ങളിൽ ഒന്നുകൂടി സമർപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തേജസ്സിൽ യേശുവിൻ പൊന്മുഖം ഞാൻ കാണും.